തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് നിലവിലുള്ള ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കൊച്ചി പോലീസിന് രഞ്ജിത്തിനെ കൈമാറേണ്ടതുണ്ട്. കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവത്തിന് ആധാരമായ സംഭവമുണ്ടാകുന്നത്. ഈ കേസിന് ആധാരമായ സംഭവമുണ്ടാകുന്നത് കോട്ടയത്ത് സിനിമാ ലൊക്കേഷനിൽ വെച്ച് കാരവാനിലേക്ക് യുവനടിയെ രഞ്ജിത്ത് വിളിച്ചു വരുത്തുന്നു. കാരവാനിൽ വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗികമായ അതിക്രമം നടത്തുന്നു. കയറി പിടിച്ചു എന്നുള്ളത് തന്നെയാണ് പെൺകുട്ടി പരാതിയായി നൽകിയിട്ടുള്ളത്. ആദ്യം പരാതി നൽകുന്നത് DGPക്കാണ്. DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻ SITക്കും പരാതി നൽകുന്നു. ഈ DGP ഫോർവേഡ് ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി SPക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയ ഇന്ന് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശം നൽകുകയും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ്. മുഹമ്മദ് ആഷിഖ് ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷൻ മുൻപിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ആഷിഖ്, അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം. വിനീഷ, ഇപ്പോൾ തന്നെ ഉടനടി തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ രഞ്ജിത്തിനെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ള നീക്കത്തിലാണ് പോലീസ് കടക്കുന്നത്. ഇപ്പോൾ ഇനി അധികം നേരമില്ല പുറത്തേക്ക് എടുക്കുവാൻ രഞ്ജിത്തിനെ, പുറത്തേക്ക് കൊണ്ടുവരാൻ രഞ്ജിത്തിനെ എന്നുള്ളതാണ്. ഉടനെ തന്നെ പുറത്തേക്ക് എത്തിക്കും. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന രഞ്ജിത്തിനെ ഏറ്റവും വേഗത്തിൽ മെഡിക്കൽ നടപടികൾ പൂർത്തിയാക്കുവാൻ വേണ്ടി ഹാജരാക്കാനുള്ള നീക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. തൊടുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വീഴുന്നത്. തൊടുപുഴയിൽ തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുവാനാണ് സാധ്യത. തൊടുപുഴയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുവാനാണ് പോലീസിന്റെ നീക്കമെങ്കിൽ തൊടുപുഴയിൽ തന്നെയുള്ള ജില്ലാ ആശുപത്രിയിലേക്കായിരിക്കും രഞ്ജിത്തിനെ കൊണ്ടുപോവുക. അവിടെ വെച്ച് മെഡിക്കൽ പരിശോധനകളടക്കം പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പിന്നീടായിരിക്കും കൊച്ചി പോലീസിന് കൈമാറുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തൊടുപുഴ പോലീസ് തന്നെയായിരിക്കും മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ വാഹനം ഇപ്പോൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതിലേക്കായിരിക്കും രഞ്ജിത്തിനെ കയറ്റുക. തുടർന്ന് ഏറ്റവും അടുത്തുള്ള സർക്കാർ ആശുപത്രിയായ ജില്ലാ ആശുപത്രിയിലേക്ക്, തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് പരിശോധനകൾ പൂർത്തിയാക്കാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഏറ്റവും അടുത്ത മിനിറ്റുകളിൽ തന്നെയും രഞ്ജിത്തിനെ പുറത്തേക്ക് ഇറക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു. നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇന്ന് രാത്രി തന്നെയും ഹാജരാക്കേണ്ടതുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ദീർഘമായ മണിക്കൂറുകൾ തന്നെയും രഞ്ജിത്തിനെ പോലീസ് രഹസ്യമായി തന്നെയും നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്തിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കപ്പെട്ടു. ഏറ്റവും സൗകര്യമായ സമയത്ത് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. അതിൻ പ്രകാരമാണ് എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടയിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. 28-ാം തീയതി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും അല്പനേരം മുമ്പ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്, ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ് നടക്കുന്നത്. തൊടുപുഴയ്ക്ക് സമീപത്തുള്ള ഒരു വഴിയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തൊടുപുഴ പോലീസിന്റെ പ്രത്യേക സംഘം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഉടനടി തന്നെ കൊച്ചി പോലീസിനെ വിവരം അറിയിക്കുന്നു. അറസ്റ്റ് വിവരം അറിഞ്ഞ ഉടൻ തന്നെയും കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘം, 2 സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പുറപ്പെടുകയാണ്. ഇവിടെ എത്തി അല്പനേരം മുമ്പാണ് ഈ 2 സംഘം പോലീസ് ഉദ്യോഗസ്ഥർ തൊടുപുഴയിലേക്ക് എത്തുന്നത്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും കൊച്ചിയിലേക്ക് ഇവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രി പോലീസ് ബന്ദോബസ്തിലായിരിക്കും മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ സംവിധായകൻ, സമകാലീനായ സംവിധായകരിൽ ഏറ്റവും പ്രമുഖൻ, ഒരുപക്ഷേ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയമായ സംവിധാന ശ്രമങ്ങൾ നിർവഹിച്ച ആൾ, ഏറ്റവും മികച്ച തിരക്കഥകൾ എഴുതിയ ആൾ എന്നുള്ളതാണ്. അങ്ങനെ മലയാള സിനിമയിൽ അത്രമേൽ പ്രാമുഖ്യമുള്ള ഒരു സംവിധായകൻ, ഒരു കലാകാരൻ സഹപ്രവർത്തകയോട് വളരെ മോശമായി പെരുമാറി ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. വിനീഷ.